സ്റ്റീഫൻ ദേവസ്യ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സ്റ്റീഫൻ ദേവസ്യ, ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയിലൂടെയാണ് ഈ മണിക്കൂർ കടന്നു പോകുന്നത്. അദ്ദേഹത്തെ 12ാമത്തെ വയസ്സ് മുതൽ സംഗീത കച്ചേരി നടത്തിയ പാരമ്പര്യം, ഈ കാലം വരെ അദ്ദേഹത്തിൻ്റെ വിരലുകൾക്ക് മാത്രമാണ് യൗവനം വാർദ്ധക്യം ബാധിക്കാതിരുന്നത്. യൗവനം അത്രയേറെ ഇപ്പോഴും വിരൽ തുമ്പിൽ സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യനാണ് വിടവാങ്ങുന്നത്. എങ്ങനെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തെ? സംഗീതത്തിന്റെ വലിയൊരു ശക്തി, ഇന്ത്യൻ മ്യൂസിക്കിന്റെ വലിയൊരു ശക്തിയാണ് ഇപ്പോൾ ഇല്ലാതെ പോയത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമേ ഭൂമിയിൽ പോകുന്നുള്ളൂ. സംഗീതം ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പേര് ഇന്റർനാഷണൽ രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വ്യക്തി സാക്കിർ ഭായിയാണ്. ഇനി അത്രയും ആ ഒരു ഇൻസ്ട്രുമെന്റിന് അത്രയും ഉയർത്തിക്കൊള്ളുന്ന ഒരു കലാകാരൻ എനിക്കുണ്ടാവുമെന്ന് അറിയില്ല. ഇതിപ്പോ പറയാൻ പറ്റില്ല, വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഉണ്ട്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇൻസ്ട്രുമെന്റിനെ ഈ ഒരു അളവിലേക്ക് കൊണ്ടുപോയത് സാക്കിർ ഭായിയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരു 15-20 ഷോ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സുഹൃത്തായിരുന്നു എനിക്ക്. ഞാൻ ഈ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൺഫർമേഷൻ ആയിട്ടുള്ള അറിയിപ്പുകളും ഞാനിപ്പോ ഇന്ന് ഹരിഹരന്റെ കൂടെ ഞങ്ങളൊന്നൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ശരിയാണ്. അപ്പോ എപ്പോഴും കാരണം പെട്ടെന്ന് അടുത്തന്നെ കണ്ടതാണ് അദ്ദേഹം. ബോംബെയിൽ വെച്ചിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമിന് മീറ്റ് ചെയ്തായിരുന്നു. ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. എന്തായാലും ഇന്ത്യൻ സംഗീതത്തിന് വലിയൊരു ഒരു മുതൽക്കൂട്ടായിരുന്നു അദ്ദേഹം. ആ ഒരു ശക്തി ഇപ്പോ അദ്ദേഹം മരിച്ചുപോയതോടുകൂടെ അത് ഇല്ലാതാവുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളും സംഗീതവും ഈ ജീവിതകാലം മുഴുവൻ നിലനിൽക്കട്ടെ. പിന്നെ ഞാന് കീബോർഡ് മാസ്റ്റർ ചെയ്യാൻ ഒരു കാരണം തബലയിൽ അദ്ദേഹം ഒരു വ്യക്തി, അതേപോലെയാണ് എന്റെ ഗുരുനാഥൻ പറഞ്ഞത്. തബല ഓർത്താ സാക്രിഫൈൻ ഓർമ്മയുണ്ടെങ്കിൽ കീബോർഡ് കണ്ടാൽ നിന്നെ ഓർമ്മ വരണം. അതുപോലെ നീ സാക്രിഫൈനായിരുന്നു എനിക്കൊരു എന്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞാൽ പറ്റില്ല. ആ ഒരു ശക്തിയായിട്ട് ഇല്ലാതെ പോയത് ഇത് നല്ല വിഷമമുണ്ട്. അതെ, ശ്രീ സ്റ്റീഫൻ ദേവസി, ഇപ്പോഴത്തെ അദ്ദേഹവുമായുള്ള അടുത്ത പരിചയം കൂടിയുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ ഒരു മാനസിക നില എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണ്. വളരെ വേദനയോടുകൂടി മാത്രമാണ് നമുക്ക് ഈ വാർത്ത പറയാൻ കഴിയുക. ശ്രീ സ്റ്റീഫൻ ദേവസി, ബീറ്റിൽസ് അടക്കമുള്ള സംഗീത ശാഖകളുമായി ബാൻഡുകളുമായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. അതായത് ഒരു പ്രത്യേക വാർപ്പ് മാതൃകകളിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംഗീത സപര്യ. അദ്ദേഹം ഹിന്ദി പറഞ്ഞാൽ പക്ക ഹിന്ദി സംസാരിക്കും. പക്ഷെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഒരു വെള്ളക്കാരൻ സംസാരിക്കുന്നത് പോലെയാണ്. അത്രയും അമേരിക്കൻസിനെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓഡിയൻസിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യനാണ്. അപ്പൊ അദ്ദേഹം ഇംഗ്ലീഷ് പോലും നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും ഒരു വെള്ളക്കാരൻ പറയുന്ന അതേ ഇതിലാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അത്ര ഇടപഴച്ചിട്ടുള്ളത് മുഴുവനും ഇന്റർനാഷണൽ മ്യൂസിഷ്യൻസും ഓഡിയൻസും ആണ്. അപ്പോ അത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ആക്ച്വലി നമ്മുടെ സംഗീതം അല്ലെങ്കിൽ എയറോസ്മിത്ത് അങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള മ്യൂസിഷ്യൻസും ഒക്കെ അദ്ദേഹത്തിനെ ആരാധിക്കുകയും ചെയ്യുന്നത്, കൂടെ വായിക്കുകയല്ലേ ചെയ്യുന്നത്, അദ്ദേഹത്തിനെ ആരാധിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല സുഹൃത്തുക്കളെ, അത് ഒരിക്കലും ചെറിയ കാര്യം. ഞാനൊക്കെ നമ്മുടെ മ്യൂസിക് പുറത്തോട്ട് കൊണ്ടുപോകാൻ എന്തോരം പരിശ്രമിക്കാന്നറിയും. പല രീതിയിലും നമുക്ക് ദൈവം ഏതെങ്കിലുമൊക്കെ അനുഗ്രഹിക്കും. പക്ഷെ ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഇന്ത്യക്കാരന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഇൻഫ്ലുവൻസ് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ കയ്യിന്റെ, നേരത്തെ പറഞ്ഞു, അത് നല്ലൊരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. വർദ്ധിക്കാൻ വരാത്ത കൈകളാണ്. അത് ഇന്നും അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ സോളോ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുസൂചി ആ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ ഹാളിൽ വീണാൽ അറിയും. കാരണം അത്രയും ആൾക്കാർ ആകാംക്ഷയോടെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ കൈ. അപ്പോ എനിക്കറിയില്ല, എനിക്ക് 100 കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിനെ പറ്റി. ഞങ്ങൾ കുറെ അനുഭവങ്ങൾ എനിക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ബാക്ക് സ്റ്റേജിലാണെങ്കിലും ഒരു വലിയൊരു, നമ്മൾ ചിലപ്പോൾ പറയില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞു കിട്ടുന്നില്ല. പക്ഷെ ചിലരുടെ ജീവിതം നമുക്കൊരു ഗുരുസ്ഥാനിയായി മാറും, ജീവിതം ഒരു ഇൻസ്പിറേഷനായി മാറും. അതാണ് ദ റിയൽ സാക്കിർ ഹുസൈൻ. നന്ദി ശ്രീ സ്റ്റീഫൻ ദേവസ്യ. തബലയിൽ വിസ്മയം തീർക്കാൻ ഇനി സാക്കിർ ഹുസൈൻ ഇല്ല. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ചികിത്സയിലായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി 73ാമത്തെ വയസ്സിൽ തബല മാന്ത്രികൻ സാക്കിർ ഹുസൈൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. 12ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ സംഗീത സപര്യ അവസാനിപ്പിക്കുന്നത് 73ാമത്തെ വയസ്സിൽ. 4 തവണ ഗ്രാമി അവാർഡ് നേടി എന്നേക്കുമായി വിടവാങ്ങിയിരിക്കുന്ന സംഗീതജ്ഞനെ ഒരു കാലത്തും ആ
സംഗീതം മറക്കില്ല, സംഗീതം മരിക്കുന്നില്ല. വിരലുകൾ കൊണ്ട് മാന്ത്രികത തീർത്ത സാക്കിർ ഹുസൈൻ ലോകത്തോട് വിട പറയുമ്പോൾ 1951 അദ്ദേഹത്തിന്റെ ജനനം. 12ാമത്തെ വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹം. കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ ലോകം സംഗീതമാണ് എന്ന് തിരിച്ചറിഞ്ഞുള്ള പിന്നീടുള്ള ജീവിതം മുഴുവൻ 1999 അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന അദ്ദേഹത്തിന് യുണൈറ്റഡ് നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി. അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണിത്. നമ്മുടെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്.